പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 നവംബർ മാസം 15-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും നന്മയും അനുഗ്രഹവും സന്തോഷവും ലഭ്യമാകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം. സെയിന്റ് ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 8 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. വിശുദ്ധ വചനം നാം പഠിക്കുമ്പോൾ യേശു തന്നെക്കുറിച്ച് അനേകം കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഇങ്ങനെ യേശു തന്നെക്കുറിച്ച് ധാരാളം ഇൻട്രൊഡക്ഷൻ നൽകിയിരിക്കുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ്. അങ്ങനെ ഒരു മുന്തിരിവള്ളിയും കൊമ്പുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസിയെ വളരെ വ്യക്തമായി അടുപ്പിച്ച് ബന്ധിപ്പിച്ച് നിർത്തുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ പറയുന്നു, പിതാവാം ദൈവം മഹത്വപ്പെടുകയാണ്. എങ്ങനെയാണ് മഹത്വപ്പെടുന്നത്? വിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും നന്നായി ഫലം കൊടുക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടും. അപ്പോൾ നാം മറ്റൊരു പദവിയിലേക്ക് എത്തുന്നു. എന്താണ് ആ പദവി? നാം കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരും. ഇത് നമ്മൾ നാളുകളായി കണ്ടും കേട്ടും അറിഞ്ഞിരിക്കുന്ന നമ്മുടെ അറിവുകൾക്ക് വിപരീതമാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, നമ്മളൊക്കെ വളരെ പാരമ്പര്യമുള്ള ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. വളരെ പാരമ്പര്യമുള്ള സഭയുടെ അംഗങ്ങളായി അഭിമാനത്തോടെ മുൻപോട്ട് പോകുന്നു. സമൂഹത്തിൽ തോമസ് എന്നും മാത്യു എന്നും ജോൺ എന്നും സൂസൻ എന്നും അച്ചാമ എന്നും ഒക്കെ പേരുള്ള ക്രിസ്ത്യൻ നാമധാരികളായി നിലകൊള്ളുന്നു. ഇതെല്ലാം നല്ലത് തന്നെ. അതുകൊണ്ട് ഞാനും നിങ്ങളും യഥാർത്ഥ ക്രിസ്തീയ ശിഷ്യനാകുമോ ക്രിസ്ത്യാനിയാകുമോ? വചനം നാം പഠിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് പേരാണ്. അത് ശിഷ്യന്മാരെ അന്ത്യോക്യക്കാർ കളിയാക്കി വിളിച്ചതാണ്. അത് കളിയാക്കി വിളിച്ചതെങ്കിലും അതൊരു അഭിമാനമായി അന്നും ഇന്നും എന്നും മാറി. കാരണം യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അപ്പോൾ ഞാനും നിങ്ങളും യഥാർത്ഥ ശിഷ്യരാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശിഷ്യരാകുക. ക്രിസ്തുവിന്റെ ശിഷ്യരാകുമ്പോൾ നമ്മുടെ പിതാവാം ദൈവം മഹത്വപ്പെടുകയാണ്. ഞാൻ വീണ്ടും പറഞ്ഞ വാക്കുകളിലേക്ക് വരട്ടെ. പിതാവ് മഹത്വപ്പെടുന്നുണ്ടോ? നാം യഥാർത്ഥ ശിഷ്യരാകുന്നുണ്ടോ? കാരണം ഇന്ന് ഞാനും നിങ്ങളും ക്രിസ്ത്യാനികൾ എന്ന് വേദപുസ്തകം പറയുന്ന അർത്ഥത്തിൽ ആയിട്ടുണ്ടോ? അവരവർക്കറിയാം. സമൂഹം നമ്മളെ അങ്ങനെ വിളിച്ചേക്കാം. പക്ഷേ വേദപുസ്തകം പറയുന്ന യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന നാമധേയത്തിന് യോഗ്യരാണോ? പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയും, അല്ല, നമ്മളൊക്കെ
ചർച്ചിയാനി എന്നുള്ള അപരനാമധേയത്തിൽ അറിയപ്പെടുന്നവരാണ്. സഭയെ അംഗീകരിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് മാത്രം ജീവിക്കുന്നവരാണ്. സഭയുടെ നാഥനായ ക്രിസ്തുവിനെ അനുസരിക്കുന്നവരല്ല. വചനം പറയുന്നു, നാം ക്രിസ്തുവിനെ അനുസരിച്ച് ഫലം കൊടുക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുകയും നാം കർത്താവിന്റെ ശിഷ്യരാവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഫലം കൊടുക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയുകയില്ല. അതുപോലെ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ അധികം ഫലം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും സഭയിലാണോ വസിക്കുന്നത്, കൂട്ടായ്മയിലാണോ വസിക്കുന്നത്, ഏതെങ്കിലും ദൈവദാസനിലാണോ വസിക്കുന്നത്, ഏതെങ്കിലും സഭാ നേതൃത്വത്തിലാണോ വസിക്കുന്നത്, അതോ മുന്തിരിവള്ളിയാകുന്ന ഞാനും നിങ്ങളും കൊമ്പാകുന്ന യേശുവിനാണോ വസിക്കുന്നത്? അങ്ങനെയെങ്കിൽ വളരെ ഫലം കൊടുക്കും, പിതാവ് മഹത്വപ്പെടും, ഞാനും നിങ്ങളും യഥാർത്ഥ ശിഷ്യന്മാരായിത്തീരും. നാം നാളുകളായി കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് ഇത് അന്ത്യകാലമാണ്. ശരിയാണ്, കർത്താവിന്റെ വരവ് അതിസമീപമാണ്. പ്രാർത്ഥനയോടെ ദൈവജനം നോക്കിപ്പാർക്കുന്നു. പക്ഷേ യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുകരിക്കാത്ത ഒരാൾ ശരിക്കും നോക്കിപ്പാർക്കുന്നുണ്ടോ? കർത്താവിന്റെ മടങ്ങിവരവ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് തന്റെ പുത്രനായ യേശു പിതാവാം ദൈവത്തെ അനുസരിക്കുകയും ഫലം കൊടുക്കുകയും ചെയ്തതുപോലെ നാം ഓരോരുത്തരും സഭയുടെ നാഥനും തലയുമായ ക്രിസ്തുവിൽ പരിപൂർണമായി അടിയുറച്ചു വിശ്വസിക്കുകയും ക്രിസ്തുവിൽ കൂടെ ഉത്തമമായ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്ത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയായിത്തീരണം. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരങ്ങളും സ്വയം വിലയിരുത്തുക. ഞാൻ യേശുവിനെ അനുസരിക്കുകയും അനുഗമിക്കുകയും യേശുവിൽ കൂടെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ആളാണോ? ഞാൻ ഈ മേൽപ്പറയപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ സഭ വിട്ട് എങ്ങും ഓടുകയും വേണ്ട. ഏത് പുരാതന സഭയിൽ പോയാലും ഇന്ന് മുളച്ചു വന്ന സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാണ്, ഇങ്ങോട്ട് പോര് എന്ന് പറയുന്ന സഭയുൾപ്പെടെ എല്ലാ സഭകളുടെയും ആത്യന്തികമായ ലക്ഷ്യം ആളുകളെ അടുപ്പിക്കുക, കാര്യങ്ങൾ നടത്തുക എന്നതിലപ്പുറമായി യേശുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് എത്ര പേർ ചെയ്യുന്നുണ്ട്? അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒരു കാര്യമാണ്, നാം ഫലമുള്ളവരായിത്തീരണം. ഫലമില്ലാത്ത അത്തി പോലെ ആകരുത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇന്ന് പകൽ സ്വയം ചിന്തിക്കുക. ദൈവം നമുക്ക് നല്ല മാതാപിതാക്കളാൽ ജന്മം നൽകി, വിദ്യാഭ്യാസം നൽകി, പല രാജ്യങ്ങളിലായി ധന്യമായ ഉപജീവനം നൽകി, കുടുംബജീവൻ നൽകി, മക്കളെ നൽകി, സമ്പത്ത് നൽകി, കഴിവ് നൽകി, എല്ലാം നൽകി. ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി എന്ത് ഫലമാണ് നാം പുറപ്പെടുവിച്ചത്? ഇന്നും നമുക്ക് പോരാ
പോരാ, കിട്ടിയതൊന്നും തികയുന്നില്ല. ഈ പരാതിയല്ലാതെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഒരുപക്ഷെ അല്പം പണം ദശാംശത്തിന്റെ പേരിൽ സുവിശേഷ വേലയ്ക്കോ വേലക്കാർക്കോ പാവപ്പെട്ടവർക്കോ കൊടുത്തിരിക്കാം. അത് പോരാ. സമയം കൊടുക്കണം, കഴിവ് കൊടുക്കണം, ഭവനം കൊടുക്കണം, നിങ്ങളുടെ വാഹനം കൊടുക്കണം, നിങ്ങളുടെ മക്കളെ കൊടുക്കണം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ സകലതും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അല്ലാതെ ഉള്ളിൽ വിഷമം വരാതിരിക്കാനും ശാപം കിട്ടാതിരിക്കാനും കുറച്ച് പണം എവിടെയെങ്കിലും കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കണം. അതുകൊണ്ട് അത് നമ്മുടെ ഒരു ജീവിത ചര്യയാകണം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ എത്ര പേരുടെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, വചനം ധ്യാനിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്, വിശുദ്ധ സംസർഗമേശ അനുഭവിക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടതൊക്കെ പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടോ? പിന്നെ എല്ലാ നന്മകളും ദൈവം നമുക്ക് നൽകിയിട്ട് ദൈവത്തിന് എന്ത് ഗുണമാ പ്രിയമുള്ളവരെ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടുമുള്ളത്? നമുക്ക് ദൈവം കുഞ്ഞുങ്ങളെ തരുമ്പോൾ അവരുടെ നല്ല ഭാവി, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഉന്നത സ്ഥാനം നാം പ്രതീക്ഷിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കുന്നു. ദൈവം നമുക്കെല്ലാം നൽകിയിട്ട് നാം ദൈവത്തിന് വേണ്ടി എന്ത് ഫലമാണ് പുറപ്പെടുവിച്ചത്? എന്നും പരാതിയും ദുഷിയും പിറുപിറുപ്പും പിന്മാറ്റവും സംശയങ്ങളുമല്ലാതെ ദൈവത്തിന് നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത്? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ഈ പരാതി പറച്ചിലും നിന്ന പറച്ചിലും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കുള്ളതിൽ നിന്ന് കർത്താവിന് ഫലം കൊടുക്കുവാൻ ഇടയാവട്ടെ. അങ്ങനെ ഞാനും നിങ്ങളും കർത്താവിന്റെ ശിഷ്യരായി തീരട്ടെ. വേറെ വ്യക്തികളുടെ അല്ല, സഭയുടെ അല്ല, ദൈവദാസന്മാരുടെ അല്ല. നമ്മളെ മാടി വിളിക്കുന്ന ഇന്നത്തെ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയുന്ന നൂതന പ്രത്യയശാസ്ത്രങ്ങളും തിയോളജിയുടെയും പുറകിലല്ല. എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാൽവരി കൊലക്കളത്തിൽ യാഗമായി തീർന്ന യേശുവിന്റെ നല്ല സാക്ഷികളാകുവാൻ ഈ പകൽ നല്ല ഫലം നമുക്ക് പുറപ്പെടുവിക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ളത് മുഴുവനും നന്മയും ദാനവുമാണ്. അത് നന്ദിയോടെ അനുഭവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നാം ചിലത് ചെയ്യണം. ആകയാൽ ഇന്നത്തെ ദിനം വിടുതലിന്റെ, അനുഗ്രഹത്തിന്റെ, നന്മയുടെ ദിനമാവട്ടെ. കേരളത്തിന്റെ കുഗ്രാമങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട നമ്മെ ലോകത്തിന്റെ 5 വൻകരകളിലായി തമ്പുരാൻ എത്തിച്ചിരിക്കുന്നു. എല്ലാ നന്മകളും ദൈവം നൽകിയിരിക്കുന്നു. നന്ദിയുള്ളവരായി തീരണം. ദൈവത്തിന് പ്രയോജനമുള്ള ദാസന്മാരായി തീരണം, ദാസിമാരായി തീരണം. അത് കണ്ട് നമ്മുടെ തലമുറ വളരണം. യേശുവിന് വേണ്ടി അവർ ജീവിക്കണം. ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും സങ്കടങ്ങളുടെയും മധ്യേ അതും പറഞ്ഞ് പരിതപിച്ച് കരഞ്ഞുകൊണ്ട് ലഭിക്കപ്പെട്ട നന്മയെ തിരസ്കരിക്കുവാനും പുറകിൽ തള്ളിക്കളയുവാനുമല്ല, നന്ദിയോടെ ഓർത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാൻ ഇന്ന് പകൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ജീവജലത്തിന്റെ ശ്രോതാക്കളായ എന്റെ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ക്രിസ്തുവിന്റെ നല്ല ശിഷ്യന്മാരാകുവാൻ നല്ല ഫലം പുറപ്പെടുവിക്കണം. അതിനെന്ത് ചെയ്യണം? അതെ, കൊമ്പ്
മുന്തിരിവള്ളിയിൽ വസിക്കണം. അങ്ങനെ വസിച്ചുകൊണ്ട് ധന്യമായ ഫലം കൊടുത്ത് അനേകരെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ, കർത്താവിന്റെ വലിയ കുഞ്ഞാടിന്റെ കല്യാണ സദ്യയിലേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് പകൽ നമ്മളെ ആഹ്വാനം ചെയ്യുക. ആ ആഹ്വാനം ഏറ്റെടുത്ത് നാം സ്വയം ഒരുങ്ങുകയും അനേകരെ ഒരുക്കുകയും ചെയ്യുന്നതിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുവാൻ, സ്വർഗത്തിലെ പിതാവ് മഹത്വപ്പെടുവാൻ, അങ്ങനെ വചനം പറയുന്ന യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിന്റെ 11ാം മാസത്തിന്റെ പകുതി ദിനം ഞങ്ങളെ ഇവിടെ നിന്ന് നടത്തിയല്ലോ. ഓരോ ദിനവും അങ്ങയിൽ നിന്ന് അനുഭവിക്കുന്ന നന്മകൾക്കായി സ്തോത്രമപ്പ. ഞങ്ങൾ ധാരാളം നന്മകൾ ഇന്ന് വരെ അനുഭവിച്ചുവെങ്കിലും നന്ദിയില്ലാതെ ജീവിച്ചത്, അങ്ങേക്ക് ഒരു വിധത്തിലും ഫലം കൊടുക്കാതെ ജീവിച്ച ഞങ്ങളുടെ കുറവുള്ള ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ച് അടുത്തു വരുന്നു. ഇന്നത്തെ ദിനം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങേക്ക് ഫലം കൊടുക്കുന്നതിലൂടെ പിതാവ് മഹത്വപ്പെടുവാനും അങ്ങയുടെ നല്ല ശിഷ്യന്മാരായി ഞങ്ങളെ ആക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഇതിന് മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ പരിപാലിക്കണമെന്ന് യേശുമശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഈ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാവട്ടെ. നമ്മളാൽ ആവുന്നത് കർത്താവിന് വേണ്ടി ചെയ്യുക, ഫലം പുറപ്പെടുവിക്കുക, അതിലൂടെ കർത്താവിന്റെ ശിഷ്യരായി തീരുക. ആ റിയൽ ഡിസൈപ്പിൾഷിപ്പിലേക്ക് നാം എത്തിച്ചേരുക. അങ്ങനെ നമ്മൾ കൂടെ പിതാവ് മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ. ഈ ദൈവജനം കേൾക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് ഈ ദിനം നന്മയോടെ കൃപയോടെ വഴി നടത്തട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.